സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ മനുഷ്യത്വ വിരുദ്ധതകളെ തുറന്നുകാട്ടുന്ന ഒരു വിധി പ്രസ്താവം നടത്തിയിരിക്കുകയാണ് ഇസ്രായേലി സുപ്രീം കോടതി. ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടത്തിനെതിരെയാണ് ഉത്തരവ് എന്നുള്ളതുകൊണ്ട് തന്നെ വിഷയത്തിന് ആഗോള ശ്രദ്ധയും വലിയ തോതിൽ ലഭിക്കുന്നുണ്ട്. ഇസ്രായേലി തടവറയിൽ നിരപരാധികളായ ഫലസ്തീനികൾ അനുഭവിക്കുന്ന ദുരിതത്തിലേക്ക് കൂടി വെളിച്ചം വീശുന്ന ആ ഉത്തരവിൻ്റെ വിശദാംശങ്ങളാണ് ഇൻസൈഡർ ഇന്ന് പരിശോധിക്കുന്നത്. സ്വാഗതം. ലിഖിതമായ ഭരണഘടനയില്ലാത്ത രാജ്യമാണ് ഇസ്രായേൽ. പാർലമെൻറ്റിൽ ഒരൊറ്റ സഭ മാത്രം, അതാണ് നെസറ്റ്. ഇന്ത്യയിലെ ലോക്സഭ പോലെ രാഷ്ട്രപതി പദവിയുണ്ടെങ്കിലും അത് വെറും ആലങ്കാരികം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ജുഡീഷ്യറി എന്ന് പറയുന്ന ശാഖയ്ക്ക് പ്രാധാന്യമേറെയാണ്. നെസറ്റ് പാസ്സാക്കുന്ന ബില്ലുകൾ പോലും പുനഃപരിശോധിക്കാനുള്ള അധികാരം ഇസ്രായേലി സുപ്രീം കോടതികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലി സുപ്രീം കോടതിയുടെ ഉത്തരവുകൾക്ക് ഇസ്രായേലി രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമാണുള്ളത്. ഇനി ഉത്തരവിലേക്ക് വരാം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഭരണകൂടത്തെ വിമർശിക്കുന്ന തരത്തിൽ വിധി പ്രസ്താവം ഉണ്ടാകുന്നത്. ഇസ്രായേലി തടവറയിൽ കഴിയുന്ന ഫലസ്തീൻ തടവുകാർക്ക് അതിജീവനത്തിന് ആവശ്യമായ ഭക്ഷണം നെതന്യാഹു ഭരണകൂടം നൽകുന്നില്ല എന്നതായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. ഒപ്പം ജയിലുകളിലെ ഭക്ഷണത്തിൻ്റെ അളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്താൻ അധികാരികളോട് ഉത്തരവിടുകയും ചെയ്തു. ജീവൻ നിലനിർത്താൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ തരത്തിൽ 3 നേരത്തെ ഭക്ഷണമെങ്കിലും തടവുകാർക്ക് നൽകാൻ ഭരണകൂടത്തിന് നിയമപരമായി ബാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സുഖകരമായ ജീവിതമോ ആഡംബരമോ അല്ല നിയമം ആവശ്യപ്പെടുന്ന അതിജീവനത്തിൻ്റെ അടിസ്ഥാന സാഹചര്യങ്ങൾ സംബന്ധിച്ചാണ് വിധിയെന്നും കോടതി ഊന്നിപ്പറഞ്ഞു. അസോസിയേഷൻ ഫോർ സിവിൽ റൈറ്റ്സ് ഇൻ ഇസ്രായേൽ, ഇസ്രായേലി അവകാശ സംഘടനയായ ഗിഷ എന്നിവർ സമർപ്പിച്ച ഹർജിയിലായിരുന്നു 3-അംഗ ബെഞ്ചിൻ്റെ നിർണായക വിധി. ഏകദേശം 2 വർഷം മുമ്പ് അധിനിവേശത്തിന് പിന്നാലെ ഗസയിൽ നിന്നും അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്നും ആയിരക്കണക്കിന് ഫലസ്തീനികളെയാണ് ഇസ്രായേൽ സൈന്യം അനധികൃതമായി കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. കുറ്റമൊന്നും ചുമത്താതെയാണ് അവരെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നതും. ജയിലുകളിലെ മോശം സാഹചര്യവും ഭക്ഷണ ദൗർലഭ്യവും കാരണം ഏകദേശം 61 ഫലസ്തീനികൾ ഇതുവരെ കൊല്ലപ്പെട്ടുവെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. അതിനിടയിലാണ് ഇസ്രായേലി ജയിലുകളിലെ ഭീകരാവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്ന തരത്തിൽ സുപ്രീം കോടതി ഉത്തരവ് കൂടി പുറത്തുവരുന്നത്. ഈ സമയം സുപ്രീം കോടതി വിധിക്കെതിരെ കടുത്ത വിമർശനവുമായി തീവ്ര വലതുപക്ഷ മന്ത്രിമാർ രംഗത്തെത്തിയിട്ടുമുണ്ട്. ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിറാണ് കൂട്ടത്തിൽ പ്രധാനി. ജയിൽ നടത്തിപ്പിൻ്റെ ചുമതല കൂടിയുള്ള ബെൻഗ്വിർ കോടതി ഹമാസിൻ്റെ പക്ഷം ചേരുന്നു എന്നാണ് പ്രതികരിച്ചത്. ഫലസ്തീനി തടവുകാരുടെ അവസ്ഥ ഏറ്റവും മോശമാക്കിയതിനെ ഒരു അഭിമാനമായി കരുതുന്ന വ്യക്തി കൂടിയാണ് ബെൻഗ്വിർ എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഫലസ്തീൻ ജനതയോടുള്ള ഇസ്രായേലി ഭരണകൂടത്തിൻ്റെ സമീപനത്തിനെതിരെ ഇസ്രായേലിനകത്തും പുറത്തും വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇതോടെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ നടന്നിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഗസയിൽ ഇസ്രായേൽ ഭരണകൂടം അധിനിവേശം ആരംഭിച്ചതിന് പിന്നാലെ ഇതാദ്യമായാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു നീക്കം ഉണ്ടാകുന്നത്. നേരത്തെ സുപ്രീം കോടതി നിയമനത്തിൽ സർക്കാരിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ നെതന്യാഹു ഭരണകൂടം നീക്കം നടത്തുകയും അതിനെതിരെ കടുത്ത പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു. ആയിരക്കണക്കിന് നിരപരാധികളായ സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് ഇസ്രായേലിൻ്റെ അധിനിവേശത്തിൽ ഇവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇവിടെ നടക്കുന്ന പൗരധ്വംസനത്തിനെതിരെ ഉയരുന്നുണ്ട് എങ്കിലും കൃത്യമായ തരത്തിൽ അതിനെ പ്രതിരോധിക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഫലസ്തീനിൻ്റെ മേൽ മറ്റ് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഇസ്രായേലിന് ഇനിയും സാധിച്ചിട്ടില്ല. ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന നരഹത്യ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഇസ്രായേലിനെ ശവപ്പറമ്പാക്കി മാറ്റുമ്പോഴും മനുഷ്യ മനസാക്ഷി, ലോക മനസാക്ഷി ഇസ്രായേലിനെതിരെ ശക്തമായ മുറവിളിയാണ് ഉയർത്തുന്നത്. അടിയന്തരമായ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് ലോക പോലീസായ അമേരിക്കയുടെ അടക്കം ശ്രമങ്ങൾ വേഗത്തിൽ ഉണ്ടാകണമെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകരും സാധാരണ ജനങ്ങളും ആവശ്യപ്പെടുന്നത്.